Q Developers Comedy Super Night. ഒരേ മുഖം ഒരു ക്യാമ്പസ് ത്രില്ലറാണ് ഒരേ മുഖം. ഈ AC കണ്ടുപിടിച്ചതാരാ? ആണാണോ പെണ്ണാണോ പറഞ്ഞോ? നിങ്ങളൊരു മൊട്ടു സൂചി എങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? വലിയ റാങ്ക് കിട്ടിയിട്ടുണ്ട്, കൊട്ടക്കണക്കിന് റാങ്ക് കിട്ടിയിട്ടുണ്ട്. അമേരിക്ക ഭരിക്കണത് ആരാ? ഒബാമ. ഒബാമേനെ ഭരിക്കണത് ആരാ? അയാളുടെ പെണ്ണും അങ്ങനെയാണ് മാലിടേണ്ടത്. ആശാൻ ഈ പെണ്ണെ കെട്ടിയോ? എടാ ഞാനല്ലേ ഇവനല്ലേ ഈ പെണ്ണിനെ കെട്ടിയത്. ഒരു ദിവസം ഞാൻ ഉച്ചക്ക് കിടന്നുറങ്ങാൻ വേണ്ടി വന്ന് AC കൊണ്ട് ഇട്ടു. ഇതെന്താ നിങ്ങൾ കാണിക്കുന്ന? AC ഓഫ് ചെയ്യോ? തണുക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് പനി പിടിക്കില്ലേ? ഓഫ് കേരളവർമ്മ കോളേജിലെ കുട്ടികളല്ലേ? ഇവർക്ക് തന്നെ അറിയാം. ഞാൻ ഒരു വർഷം അവിടെ ക്ലാസ് എടുത്തിരുന്നു. അറിയത്തില്ലേ? വല്ലപ്പോഴും ആ ക്യാൻറ്റീനിൽ വരണം. അവിടെ ക്ലാസ് എടുത്തോണ്ടത് ഞാനാ ഷൺമുഖൻ. ിലെ വിസ്മയ കാഴ്ചകൾ ഇവിടെ തുടങ്ങുന്നു. ഏവർക്കും സ്വാഗതം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2. സ്മരാമി വൈഷ്ണവ ചാരുമൂർത്തേ, സ്മരാമി ദേവഗണാദികീർത്തേ. എന്റെ പൊന്നച്ഛാ, അച്ഛൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാനുണ്ടായത്. എനിക്കിപ്പോ 50 വയസ്സായി. ഇതുവരെ എനിക്കൊരു പെണ്ണ് കിട്ടിയിട്ടില്ല. അച്ഛൻ അവിടെ കണ്ണും തള്ളി ഇരിക്കാണ്ട് ഇനിയെങ്കിലും എനിക്കൊരു പെണ്ണ് കിട്ടാൻ വേണ്ടി ഒന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയാണ് ദിവസവും ഞാൻ ഈ തിരി തെളിക്കുന്നത് കേട്ടാ. എനിക്കും വേണ്ട ഒരു കുടുംബവും ജീവിതമൊക്കെ. 50 വയസ്സായി. ഇനി ഞാനിവിടെ ഇരുന്ന് പോയാലേ മൂക്കിക്കൂടിയും വായിക്കൂടിയും ഒക്കെ പല്ലിറങ്ങും കേട്ടോ. എനിക്കൊരു പെണ്ണ് കിട്ടാൻ അച്ഛൻ പ്രാർത്ഥിക്കണേ. ദൈവമേ കാത്തിരിഷ്ടോളണേ ഈശ്വരാ. എന്റെ വർക്ക്ഷോപ്പും എന്റെ വർക്ക്ഷോപ്പിലെ പണിക്കാരെ അയ്യോ അച്ഛന്റെ ഫോട്ടോ കത്ത് പിടിച്ചേ. ആരെങ്കിലും ഓടിവാ, അച്ഛന്റെ ഫോട്ടോ കത്ത് പിടിച്ച് അച്ഛന്റെ ഫോട്ടോ കത്ത് പിടിച്ച് ഓടിവാ. ദൈവമേ ഓടിവാ. എപ്പോഴുള്ള പരിപാടിയാണത്. ഒരു കാര്യം ഞാൻ പറഞ്ഞാ കേട്ടാ, ഇത് നോക്കിയും കണ്ട് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ്. എന്ത്? പിന്നെ ഒരു കാര്യമുണ്ട്, ആശാന് ഭാഗ്യമുണ്ട് എന്തായാലും. അച്ഛന്റെ ചിതക്ക് തീ കൊളുത്താൻ പറ്റില്ല, ഫോട്ടോകൾ നിർത്തി കത്തിക്കാൻ പറ്റിയല്ലോ. കത്തിക്കാൻ പറ്റും. ദൈവമേ എന്നെ മാത്രം രക്ഷിച്ചോളണേ. ദൈവത്തെ ഓർത്തി തുടക്കല്ലേ. കഴിഞ്ഞ തവണ ഇതേപോലെ ഒരു തേങ്ങ എടുത്ത് ഉടച്ചതാണ് അംബാസിഡർ കാർ ഇവിടെ കിടന്ന് അതിന്റെ ചില്ല് പൊട്ടിപ്പോയത്. അറിയോ? ഇതിനു മുമ്പ് ഒരു ബെൻസ് കാറിന്റെ ഉടച്ച് പൊട്ടിച്ചാ. ഇവിടെ വന്നു കഴിയുമ്പോ അതിന്റെ മുതലാളിമാര് ഞങ്ങളോടാ ചോദിക്കണത്. ആശാനും ഇറങ്ങി അങ്ങ് പോയാൽ മതി. അപ്പൊ ഈ വർക്ക്ഷോപ്പിൽ എനിക്ക് സ്വസ്ഥമായിട്ട് ഒരു തേങ്ങ ഉടക്കാൻ പോലുള്ള തേങ്ങ ഉടച്ചോ ഒരു കാരണവശാലും ഈ ചില്ലിലിടുന്ന് എറിയരുത്. അപ്പൊ ഓടി വന്ന വണ്ടിയാണ്. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? വെറുതെ വായും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉടുപ്പിട്ട് സൽമാൻ ഖാനായിട്ട് നടന്നിട്ട് കാര്യമില്ല. പോയി പണിയെടുക്ക് പോ. എന്റെ ആശാന് ഈ പണിയെടുക്കുന്ന മാത്രം പറയരുത്. ഈ ശമ്പളം വല്ല തന്നിട്ടുണ്ട് വരെ. നിങ്ങളിങ്ങ് വന്നേ, ഇങ്ങ് വന്നടാ. എടാ ഈ വർക്ക്ഷോപ്പ് കാര്യം എന്റെ ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ സ്വന്തം പോലെയല്ലേ നിങ്ങൾ നോക്കണത്. അതുകൊണ്ടാണ് ആശാൻ പറഞ്ഞത് ആശാൻ ഉള്ളതെല്ലാം നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. കാശ് ചോദിക്കുമ്പോ ഈ വക ഡയലോഗ് അല്ല. നീ അവിടെ വന്നേ, ഇങ്ങ് വന്നേ. എടാ ഈ പച്ച മൂലമുള്ള വണ്ടിയുടെ ഗിയർ ബോക്സ് അടിക്കാൻ പറഞ്ഞിട്ട് നീ അത് ഏറ്റിട്ട് നീ നേരെ സിനിമക്ക് പോയില്ലേ? ഞാനത് എന്തിനാ പോയെന്ന് വല്ല മനസ്സിലാക്കിയ ആശാൻ കാര്യം അറിയാണ്ട് എന്നോട് വർത്താനം പറഞ്ഞ. ആ വണ്ടി ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു വണ്ടി ഇപ്പൊ ഞാൻ പോയി കണ്ട സിനിമക്കകത്ത് നന്നാക്കണം കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ടെക്നിക്ക് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഞാൻ പടം കാണാൻ പോയത്. നീ വന്നേ. ഈ ഓട്ടോറിക്ഷയുടെ ഹെഡ്ലൈറ്റ് ഒന്ന് നന്നാക്കണം 4-5 ദിവസമായി എന്നോട് പറയാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇവ സിനിമക്ക് പോയത് അറിഞ്ഞ അവന്റെ പുറകെ നീയും പോയല്ലേ? എന്തെന്നാക്കാരെ ഹെഡ്ലൈറ്റ് നന്നാക്കാനല്ലേ പറഞ്ഞേ? പട്ടാപ്പകൽ വെളിച്ചത്തിൽ ഹെഡ്ലൈറ്റ് നന്നാക്കാൻ പറ്റുമോ? ഞാൻ നേരെ സിനിമയ്ക്ക് പോയി സന്ധ്യയാവാൻ നോക്കി തിരിച്ചു വന്നു, ലൈറ്റ് ശരിയാക്കി. ഓ നിങ്ങളൊക്കെ കൂടി ഈ വർക്ക്ഷോപ്പ് മുടിക്കും, അത് ഉറപ്പാ. ഇന്നെങ്കിലും ആ ജബ്ബാറിന്റെ സ്കൂട്ടറിന്റെ കിക്കർ ഒന്ന് ശരിയാക്കി കൊടുക്കുവോ? കിക്കർ ഞാൻ അടിച്ചടിച്ച് ബാക്കിയുള്ളവന്റെ നിക്കർ അറിയാമോ? ഇനി അതൊന്നും ഞാൻ ആളെ വിളിക്കണം വേറെ. ഇനി വർത്താനം പറഞ്ഞു തരുന്ന കാര്യമില്ല, ഉള്ള പണി പെട്ടെന്ന് തീർക്കാം. പണിയുടെ കാര്യം പറഞ്ഞാൽ മതി, കാശ് വയ്ക്കാൻ മാത്രമുള്ള. എടാ അത് ആശാൻ പറഞ്ഞില്ലേ, വർക്ക്ഷോപ്പ് ആശാന്റെ ആണെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടല്ലേ നിങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ആശാൻ നേരത്തെ പറഞ്ഞേ ആശാൻ ഉള്ളതെല്ലാം നിങ്ങൾക്കും സ്വന്തമായിരിക്കുമെന്ന്. മനസ്സിലായില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളെ പോലുള്ള മലയാളികൾ ഇങ്ങനെ പണിയെടുക്കാൻ മടി കാണിച്ചാലുണ്ടല്ല, ഇവനെ പോലുള്ള ബംഗാളികൾ ഇവിടെ കയറിയിരുന്നങ്ങ് നേരം വെളുപ്പാങ്കാലത്ത് വന്ന് വണ്ടിയുടെ അടി കയറിയവൻ അവൻ. അറിയോ? അവനെ കാണിക്കുന്ന ഇത്തിരി ഉത്തരവാദിത്വമെങ്കിലും നിങ്ങൾ ആരെങ്കിലും എന്റെ അടുത്ത് കാണിക്കാറുണ്ടോ? എന്റെ ആശാനെ ഈ സാധനത്തിനൊക്കെ എന്ത് കൊടുത്ത് മുതലാക്കണം? അവിടെയാണ് നിനക്കൊക്കെ തെറ്റിയത്. ബംഗാളിക്ക് എന്താ എടാ നിനക്ക് തന്നെ അത്രയും കാശൊന്നും ഇവന് കൊടുക്കണ്ട. ഇവൻ ഒരു പാക്കറ്റ് ഹാൻഡ്സും 100 രൂപ വിലയുള്ള ഒരു ചൈനയുടെ ഫോണും മേടിച്ചു കൊടുത്താലേ ഇവൻ പട്ടി പണിയണ പോലെ ഇരുന്ന് പണി കൊടുക്കും കേട്ടാ. പണിയെടുക്ക്. ചായ കുടിക്കാം. പണി തുടങ്ങാൻ പറഞ്ഞ അപ്പൊ ചായ കുടിക്കണം അല്ലേ? എന്നാ പിന്നെ എന്തെങ്കിലും തിന്നിട്ടായാലോ? നിന്റെ കൊടുക്കത്തെ തീറ്റ ഒന്ന് നിർത്ത്, എന്നിട്ട് ഈ പണിയിലൊന്ന് ശ്രദ്ധിക്കുക. അവനെ കണ്ടുപിടിക്കും. കൊച്ചു വെളുപ്പാകാലത്ത് തുടങ്ങിയ പണിയാ പാവം. അരെ ധർമ്മേന്ദ്ര ഭായി
മതി മതി ബാ ചായ പീത്താം എന്തായാലും കഴിച്ചിട്ട് തുടങ്ങാം ചായ വാ. പീത്താം ബാ ബാ ഇവൻ അതിന്റെ അടി കിടന്ന് കൊലത്തിച്ചായിരുന്നു ഹാൻസ് നിന്റെ ചെപ്പടിച്ചാൽ വിളിക്കുന്നത് മുറുക്കടാ കേറാടിയിട്ട് മുറുക്കടാ ഈ വണ്ടിയുടെ ബെമ്പർ അവിടെ ഇരിക്കണമെന്ന് കണ്ടോ? ആരാണത് ആരെങ്കിലും പണിതാക്കാരായിരിക്കുവാ? അയ്യോ കുഞ്ഞാ ഓടാ പൊണ്ണാ എടാ എനിക്ക് 60 വയസ്സായി. എനിക്ക് 35 വയസ്സായി. എനിക്ക് അങ്ങനെയാണെങ്കിൽ 50 വയസ്സായി. എനിക്ക് 30 വയസ്സ്. എടാ നിന്റെയൊക്കെ വയസ്സറിയാനും വയറ് കാണാനും അല്ല ഞാൻ വന്നത്. ഞാൻ 35-ാമത്തെ വയസ്സിൽ ഇവിടെ ഒരു വണ്ടി കൊണ്ടിട്ടതാണ്. ഇപ്പൊ എനിക്ക് 60 വയസ്സായി. 35-ാം വയസ്സിൽ മുതലാളി ഇവിടെ വണ്ടി കൊണ്ടിട്ട് മുതലാളിക്ക് ഇപ്പൊ 60 വയസ്സായി. ഓയ്യോ അപ്പൊ ഞാൻ ഈ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട് 25 വർഷമായ ആശാന് അങ്ങനെയാണെങ്കിൽ 25-ാം വർഷത്തിന്റെ ചെലവുണ്ട്. ഈ 25 വർഷമായത് നമ്മൾ ഓർപ്പിച്ചത് ആരാ? ഈ പച്ച മുതലാളിയാണ്. അപ്പൊ ഈ പച്ച മുതലാളി നമുക്ക് വേണ്ടി ഇന്ന് ചെലവ് ചെയ്യാം. അടിവെച്ചെങ്ങാണ്ടല്ലോ. എടാ ഈ 35 വർഷമായി ആ വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ട്. ഞാൻ ഇന്നിപ്പോ അവിടെ ചെന്ന് നോക്കിയപ്പോണ്ടല്ലോ ആ വണ്ടിയുടെ ഉള്ളിൽ കൂടെ വലിയൊരു ആൽമരം കിളുത്തേക്കുന്നു. അല്ല വണ്ടിക്ക് എന്തായിരുന്നു കംപ്ലൈന്റ് എന്തായിരുന്നു? അത് ഈ വളവ് തിരിയുമ്പോ ഈ കോഴിക്കുഞ്ഞിന്റെ ഓട്ട് അങ്ങനത്തെ സൗണ്ട് അല്ലേ? അത് കംപ്ലൈന്റ് അല്ലത്, ഇൻഡിക്കേറ്റർ തെളിയുമ്പോൾ ഒച്ചയാണത്. പിന്നെ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് അതിനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനും ഈ പിള്ളേരും കൂടി ആ വണ്ടിക്കകത്ത് കയറി എല്ലാം അങ്ങോട്ട് അടിച്ചു മാറ്റി. അല്ല അഴിച്ചു മാറ്റി. അങ്ങനെ അടിച്ചു മാറ്റി 25 വർഷമായി. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഇപ്പൊ അതിനകത്തൂടെ വലിയൊരു ആല് കിളുത്ത് വെക്കാം. അതെല്ലാം അടിച്ചു മാറ്റിയത് കൊണ്ടാണ് ആലിന്റെ പേര് കൃത്യമായിട്ട് അതിന്റെ ഉള്ളിൽ കൂടി ഇറങ്ങിയത്. ഇനിയിപ്പോ മുതലാളിക്ക് ആ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ആലിന്റെ മുകളിൽ കൂടി പൊക്കി 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 കൊണ്ടുവന്നിട്ട് ഇറക്കണം. നീയൊക്കെ ഇന്ന് തോന്നിയാസം കാണിക്കാൻ സംസാരിക്കാൻ ചെയ്യുന്ന ആരുടെ മുമ്പിലാണെന്നറിയോ? ആരുടെ മുമ്പിലാ? ഈ പച്ച മുതലാളിയുടെ മുമ്പിലാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം എടുത്തത്. നിങ്ങൾക്ക് വല്ല വിദ്യാഭ്യാസമോ വല്ലതുണ്ടോ? കുറെ നേരമല്ല നിങ്ങള് ഞാൻ പഠിക്കാൻ പോയിട്ടുള്ളതാണ്. നിങ്ങൾ സ്കൂളിൽ പോയിട്ടെന്നാ? പിന്നെ ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലെന്നാണ് നാട്ടിലുള്ള പാട്ട് മുഴുവൻ. ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ആ പുള്ളിയാണോ ഇത്? അമ്മച്ചിയെ പീഡിപ്പിച്ച റേഞ്ചർ സാഹിബിന്റെ തുണ്ടൻ കീറിയ മോശമായിട്ടതൊക്കെ ഇവന്മാരിത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് ഇന്ന് ഞാൻ ആൽമരം വെട്ടിയിട്ട് ഞാൻ വണ്ടി കൊണ്ടുപോകും. ആൽമരം അങ്ങനെ വെട്ടാൻ പറ്റുമൊന്നുമില്ല. എന്താ? ഹിന്ദു മതപ്രകാരം ആല് വെട്ടാൻ പാടില്ല. അത് വെട്ടാൻ പറ്റുവാണെങ്കിൽ പണ്ടേ ഞാനത് വെട്ടി. ദൈവമേ അപ്പൊ ആ വണ്ടി പോയി. ഒരു കാര്യം ചെയ്യും, എന്റെ വണ്ടി ആ ആൽമരത്തിന് ആൽത്തറ കിട്ടിയായിട്ട് ഞാൻ അങ്ങ് ഡൊണേറ്റ് ചെയ്തോളാം. പോരെ? അതിരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്നോവ കൊണ്ട് തന്നായിരുന്നില്ല, അതെന്തായി? ഇന്നോടെ പണി തീർന്നു. പണി തീർന്നു പറഞ്ഞാൽ കംപ്ലൈന്റ് എല്ലാം മറ്റു നല്ല ക്ലിയർ ആയിട്ട് പണിതിട്ട് മുതലാളി എടുത്തോണ്ട് പോയാൽ മതി. ബില്ലും കൂടെ തരാം അങ്ങോട്ട്. അല്ല പിന്നെ ഇതെന്താണ് റേഡിയേറ്റർ പണിയാൻ 5000 രൂപ? റേഡിയേറ്റർ പണിയാൻ എന്തുവാടോ 5000 രൂപ? എന്റെ മുതലാളി അല്ല പറഞ്ഞ റേഡിയേറ്ററിൽ നിന്ന് എരപ്പ് സൗണ്ട് ഉണ്ടായിരുന്നില്ല. ഞാനത് അഴിച്ച് റിപ്പയർ ചെയ്ത് ട്യൂൺ ചെയ്ത് ഇപ്പൊ ഒരു എരപ്പില്ല, ഒന്നുമില്ല. ഇപ്പൊ മുതലാളിയുടെ റേഡിയേറ്ററിൽ നിന്ന് FM കിട്ടും, കൊച്ചിൻ FM കിട്ടും, മാംഗോ റേഡിയോ കിട്ടും, തുടർ നാടകങ്ങൾ കിട്ടും, ചലച്ചിത്രകാരങ്ങൾ കിട്ടും. ഇതെല്ലാം ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി എന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ കാശിട്ട് ഞാൻ അതിലൊരു ഏരിയയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. റേഡിയേറ്റർ എടുത്ത് റേഡിയോ ആക്കി. ആ വണ്ടി ഇനി ഓടുവോ? വണ്ടി ഓടും. വണ്ടി കണ്ടീഷൻ കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് എടുത്തോളൂ. ആ ബില്ല് തീർത്ത് കാശ് കിട്ടുമ്പോൾ ഞങ്ങളുടെ ശമ്പളം തന്നെ. എടാ ഞാൻ പറഞ്ഞല്ലോ വർക്ക്ഷോപ്പ് എന്റെ ആണെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടല്ലേ നിങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ആശാൻ നേരത്തെ അപ്പോഴും ഇപ്പോഴും ഒക്കെ പറയുന്നത് ആശാൻ എന്തുണ്ടോ അതൊക്കെ നിങ്ങൾക്കും കൂടി ഉള്ളതായിരിക്കും. ബാക്കിയുള്ള ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്ന് കയറി അതിനെ എങ്ങനെയാലും കറക്കെടുക്കാൻ നോക്കുമ്പോ നിങ്ങൾ അതിനായിട്ട് കറക്കാൻ നോക്കണം. നിങ്ങളുടെ മോഹമൊക്കെ നിങ്ങളങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ആദ്യം ഞാനൊരു ജീവിതം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. അതെ, എന്താ പേര്? പേര് എന്ത് ഭാഷയാണ് പറയണ? മനസ്സിലായില്ലേ? ബംഗാളിയാ. ബംഗാളിയാണോ? ഇവള് പറഞ്ഞത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കും. എന്നാ മനസ്സിലാക്കാനാ? ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ. ആശാനിപ്പോ കുടുംബമൊന്നും ആയിട്ടില്ല. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ആശാന്റെ പങ്കാളി ഈ ബംഗാളി ആയിരിക്കും. നിങ്ങൾ എന്റെ കൂടെ നിൽക്കോ? പിന്നെ ഉറപ്പാണല്ലോ. ഇഷ്ടമെന്ന് പറഞ്ഞോ? എന്നാ ഞാൻ അവളോട് ഐ ലവ് യു എന്ന് പറയട്ടെ. ഐ ലവ് യു എന്ന് പറയട്ടെ. ഐ ലവ് യു എന്നൊക്കെ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കുക. ബംഗാളികളോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ബംഗാളികളോട് ബംഗാളി ഭാഷയിൽ സംസാരിക്കണം. ബംഗാളികളോട് ഐ ലവ് യു എന്ന് പറയുമ്പോൾ ബംഗ്ലാവ് യു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. ചിലപ്പോ എനിക്ക് കുഴപ്പമില്ല. ബംഗ്ലാവ് യു എന്ന് പറഞ്ഞാൽ മതി. ഐ ലവ് യു ഇംഗ്ലീഷ് വേർഡാണല്ലോ. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. പിന്നെ ആശാനൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയാണ്.
അതെ ഈ ബംഗ്ലാവ് വ്യൂ ക്യൂ 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 ഇതെന്തിനാ ക്യൂ എന്ന് പറഞ്ഞപ്പോ എന്റെ പുറകെ നിൽക്കണം ക്യൂ അല്ല ക്യൂലും കാലം പറഞ്ഞ എടാ ഇവള് പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിന്നിപ്പോ എന്ത് ചെയ്യൂന്ന് കാര്യം ചെയ്യും താഴേന്ന് പിടി. പിന്നെ ഇനി അവക്കടെ കാല് പിടിക്കാണെന്ന് എന്നെ കിട്ടുമെന്നില്ല. അയ്യാ അവളുടെ കാല് പിടിക്കാനല്ലേ പറഞ്ഞത്? ബംഗാളിയുടെ കാല് പിടിച്ചാൽ മതി. അവന്റെ കാല് പിടിച്ചിട്ട് എന്താ കാര്യം? എന്റെ ആശാനെ ബംഗാളിക്ക് അറിയാൻ പാടില്ല ഈ ബംഗാളിയോട് സംസാരിക്കാനായിട്ട്. അപ്പൊ ആശാൻ പറയണ കാര്യം ബംഗാളി ഭാഷയിൽ ഈ ബംഗാളിയോട് അവൻ ചോദിച്ച് അവന്റെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു തരും. ആണല്ലേ? ഐഡിയ. അരെ ഭായി ആവോ 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 ബാബാ പടുന്നത് മതി. അയ്യോ തീറ്റ ഇനിയും കഴിഞ്ഞില്ല. അങ്ങോട്ട് എഴുന്നേറ്റ് ഇങ്ങോട്ട്. അതെ എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണെന്ന് നീ ഒന്ന് ചെന്ന് പറഞ്ഞേ. എന്താ പറയട്ടെ? എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണെന്നൊന്ന് ചെന്ന് പറഞ്ഞേ. ഹാൻസ് ഒക്കെ തരാം. അങ്ങോട്ട് ചെല്ലാൻ सुनिए എന്തോ सुनी नहीं है सुनिए तेरा मलकी सूट से शादी हो गया നീ അവളോട് എന്നിട്ട് ചോദിച്ചേ എന്റെ കൂടെ വീട്ടിലേക്ക് ഇപ്പൊ വന്നിട്ടുണ്ടോന്ന് ചോദിച്ചേ. क्या എന്റെ കൂടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ? ഹാൻസ് ഒക്കെ എത്ര മേളം മേടിച്ചു ചോദിക്കും. ജൽദി. മണ്ണെടുത്ത് കളഞ്ഞിട്ടാണ് ചെല്ല്. सुनिए എന്തോ सुनी नहीं है सुनिए कल को मर जाने जाके कमरे के बंद है ना എന്താ പറഞ്ഞേ? सुनो मरने के कमरे का बंद है പണ്ടാറടങ്ങാനായിട്ട് എന്താ പറഞ്ഞത്? മലയാളത്തിൽ പറയണ. എന്താ പറഞ്ഞേ? सुनो मरने के कमरे का बंद है അയ്യോ മുതലാളിക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഈ പെണ്ണുമ്പളെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ ഹർത്താലും ബന്ധമൊന്നും ഒരു പ്രശ്നമല്ലെന്ന്. ഒന്ന് പോകണം. അവരെയൊക്കെ ബന്ധം പിന്നെ അതൊന്നല്ല പറഞ്ഞ ഈ പുള്ളിക്കാരത്തിനെ കെട്ടിക്കഴിഞ്ഞാൽ ബന്ധം വളരെ സ്ട്രോങ് ആയിരിക്കും. മനസ്സിലായി? ആണോ? അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ അവളെ കെട്ടിക്കോട്ടെ. കെട്ടിക്കോ. ഈ ആശാനൊരു ജീവിതമാവുമല്ല. ആശാന്റെ ജീവിതം വേണം. എന്റെ ദൈവമേ, ഞാൻ രാവിലെ അച്ഛനോട് പ്രാർത്ഥിച്ച് എത്ര വലിച്ച് അച്ഛന്റെ ഫോട്ടോ കട്ടിയാലെന്താ അച്ഛൻ ആ നിമിഷത്തിൽ എനിക്കൊരു ജീവിതം കൊണ്ട് തന്നില്ലേ? ആശാൻ കല്യാണം കഴിച്ച് ബംഗാളി പോയി വലിയൊരു ബംഗാളിയായിട്ട് തിരിച്ചു വരും. ഞാൻ അവളെ കൊണ്ട് വീട്ടിലുണ്ടാവും. നിങ്ങൾ ഇവിടുത്തെ പണിയൊക്കെ നോക്കിക്കോ. എടാ നമ്മുടെ ബംഗാളി അവനെ കൊണ്ട് പോയല്ല. മണ്ണും നിന്നവൻ പെണ്ണും കൊണ്ട് പോയല്ലേ? ഇനി ഒരു ജീവിതം എനിക്ക് എന്നുണ്ടാവും എന്റെ ദൈവമേ. കരയണ്ട കരയണ്ട. അല്ല ഞങ്ങളെ മറ്റേ ശമ്പളം കിട്ടിയില്ലായിരുന്നു. എടാ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വർക്ക്ഷോപ്പ് എന്റെ ആണെങ്കിലും നിങ്ങളുടേതുപോലെ തന്നെ അല്ലേ ഇത്. അതുകൊണ്ടാ പറഞ്ഞത് ആശാൻ എന്തുണ്ടോ അതൊക്കെ നിങ്ങൾക്കും കൂടി ഉള്ളതായിരിക്കും. ഞാൻ വില്ലേജ് ഓഫീസിൽ പോയി കരം തീർത്ത രസീത് മേടിച്ചോണ്ട് വരാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് കരുതി കള്ള് മേടിച്ചു കുടിച്ച് വാള് വെച്ച് കിടക്കരുത്. പണി തീർത്തോളാം കേട്ടോ. ഒരു വിശ്വാസം ഇല്ലാത്ത ചുമ്മാ പറയോ ഓരോന്ന് വിളിച്ചല്ലേ. അയ്യോ ഞാൻ തിരും കിടക്കട്ടെ. ഒരു കാര്യം ചെയ്യ്. കിടക്കട്ടെ. ഞങ്ങളെ കിടക്കില്ലെന്ന് മറ്റേ കിക്കർ ശരിയാക്കാൻ നോക്കും. കിക്കറാ പോണെന്ന് മറ്റേ വണ്ടിയുടെ ബോർഡ് നീ പോയി ശരിയാക്ക. എനിക്ക് വേറെ പണിയുണ്ട് ഇവിടെ. എനിക്ക് പറ്റില്ല. നീ വേണം പോയി ശരിയാക്ക്. അന്ന് ഞാൻ വീട്ടിൽ പോവാ. വീട്ടിൽ പോണോ? നീ വീട്ടിൽ പോയി ഞാനും വീട്ടിൽ പോകും. നീ വീട്ടിൽ പോയി ഞാനും വീട്ടിൽ പോകും. എന്റെ അമ്മക്ക് അസുഖം ആയിട്ടിരിക്കും. ഞാൻ പോവാ വീട്ടിൽ. അമ്മക്ക് ഞാൻ വീട്ടിൽ പോകും. നീ വീട്ടിൽ പോയാ അന്ന് ഞാൻ പോകല. അന്നാ ഞാനും പോണില്ല. ബോറടിക്കണേ വെറുതെ ഇവിടെ ഇരുന്ന്. അതാ ഞാൻ പറഞ്ഞ വീട്ടിൽ പോകുന്ന പറഞ്ഞു. ഞാൻ മറ്റേ ഡെയിലി നീ ഒരു പെണ്ണിനെ വിളിക്കാറില്ലേ ഇവിടെ മുതലാളി ഇല്ലാത്തപ്പോ? അതിനെ വിളിച്ചാൽ ജലസേന. അയ്യോ കാര്യം മറന്നുപോയി. വിളിച്ചേ. ചുമ്മാ വിളിക്കുക. ഹലോ ഹലോ ജലജയല്ലേ? ആ ആണ്. ഞാനാ ബിനു ആണ്. ആ മനസ്സിലായി. എവിടെയുണ്ട്? ഞാൻ ഇവിടെ തൊട്ടടുത്ത ഫ്ലൈറ്റിലുണ്ട്. ആണല്ലേ? മുതലാളി ഇവിടെ ഇല്ലേ? ആശാൻ പുറത്തോട്ട് പോയി. വെറുതെ ഒന്ന് ചുമ്മാ ഇറങ്ങുന്നു. വരാട്ടോ. ഓക്കെ പെട്ടെന്ന് വേണോട്ടാ. അതെ നീ ഒരു കാര്യം ചെയ്യ. അമ്മക്ക് സുഖമില്ലാത്തല്ലേ വീട്ടിൽ പോയിക്കോ. വീട്ടിൽ പോയിക്കോ. വരില്ല അല്ലേ? വരില്ല വരില്ല. എന്നെ പറഞ്ഞു വിട്ട് നിനക്ക് എന്താ കാര്യം? എടാ നീ ഒന്ന് വീട്ടിൽ പോടാ. ഞാൻ എന്തായാലും ചെയ്തോളാം ഇവിടെ ഇരുന്നോണ്ട്. എടാ എന്നെ പറഞ്ഞോട്ട് നിനക്ക് എന്താ കാര്യം? നിനക്ക് വീട്ടിൽ പോയാലെന്താ? ചൂടാവണ ജലത എനിക്ക് തോന്നി നീ വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞപ്പോ തന്നെ ചിലച്ചപ്പോ ആശാനോട് ഞാൻ പറയും ഉറപ്പാ. വെറുതെ ഒന്ന് പരിചയപ്പെട്ടിരുന്നു ഈ സാധനത്തിന്. ചുമ്മാ എന്തെങ്കിലും ഗുണം ചെയ്യും. ഊട്ടി കൊണ്ടുപോന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് കൊണ്ടുപോയി ഇതാണ് ഊട്ടി എന്ന് പറഞ്ഞിട്ടല്ലേ? എനിക്കറിയില്ലായിരുന്നല്ലോ നീ ഇതിനുമ്പോ കോട്ടയത്ത് പോയിട്ടുള്ള കാര്യം. അത് എല്ലാം അങ്ങോട്ട് അല്ല പണിയാവും ചിലപ്പോ. അതാ സുനി. മനസ്സിലായി. ഞാന് ആദ്യമായിട്ടാണ് കാണുന്നത് അവനെ. പിന്നെ നമുക്കൊരു സിനിമയ്ക്ക് പോയാലാ? ഏത് പടം? പടത്തിന് പ്രാധാന്യം ഇല്ലല്ലോ. പിന്നെ അവന്റെ കയ്യിൽ 5 പൈസ ഇല്ലട്ടോ. എന്നാ പോ. 5
നീ അങ്ങനെ സമയങ്ങളെയില്ല ഒന്ന് നോക്കണ്ട കാര്യം നിങ്ങൾ ഞാനല്ല വിളിച്ചു വരുത്തത്. നീ ചുമച്ച് പേടിപ്പിക്കന്നെ. ഞാൻ അതിനാണ് ചുമച്ചപ്പാ. ഞാനാടാ ചുമച്ചേ. അയ്യോ ഡിക്കിയിലൊക്കെ എപ്പോ പോകണോ? ശ്വാസം മുട്ടിയാലും കുഴപ്പമില്ല. ആരെങ്കിലും വന്ന് മുട്ടിയാൽ തുറക്കാതിരുന്നാൽ മതി. ഓക്കെ. എവിടം വരെ ആയിടാ പണിയൊക്കെ? കോഴിക്കോട് വരെ. കോഴിക്കോട് അല്ല, കോഴിക്കോട് പണിയണമെന്ന് പറഞ്ഞ ആൾ വന്നിരുന്നു. പറ്റില്ല, ഇത് വർക്ക്ഷോപ്പാന്ന് പറഞ്ഞു കുട്ടിയാൽ. എന്താടാ രണ്ടുപേർക്കും ഒരു ചുറ്റിക്കളി? വൃത്തികെട്ടവനെ ചുറ്റികയല്ല ചോദിച്ചത്. ഞാൻ പോയ സമയത്ത് എന്താ രണ്ടുപേരും കൂടി ഇവിടെ ചുറ്റിക്കളിന്ന്? ഞങ്ങളെ പുതിയൊരു സിസ്റ്റം വണ്ടിയിൽ കയറ്റാനുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ പണിത് ഞങ്ങൾ ക്ഷീണിതരായിട്ട് നിൽക്കും. ആണോ? ആശാന്റെ വരവ്. എന്നാ മാർക്ക് എന്റെ വീടിന്റെ താക്കോൽ എടുക്കാൻ പോയത്. അത് എടുക്കട്ടെ. വീടിന്റെ താക്കോല് മറന്നു പോയി. ഡിക്കിയിൽ ഇരിക്കാതെ എടുക്കട്ടെ എന്ന്. ഡിക്കിയിലുണ്ടാവില്ല, അത് അവിടെ തന്നെ അവിടെ ഉണ്ടാവും. അവിടെ എടാ ഞാനല്ലേ എന്റെ വീടിന്റെ താക്കോല് ഈ കാറിന്റെ ഡിക്കിയിൽ വെച്ച്. എനിക്കറിയാൻ പാടില്ല. നീ മാർക്കി കൊടുക്കും. ലോക്ക് പോയിരിക്കും. ഞാൻ നന്നാക്കിക്കൊണ്ട് നോക്കിയാൽ അതിന്റെ ലോക്ക് എവിടെയോ പോയി. ഇവിടെ എന്തോ കള്ളത്തരം രണ്ടും കൂടി ഒപ്പിച്ചിട്ടുണ്ട്. അത് ഉറപ്പാ. ഒന്നുമില്ല ആശാനെ. ആശാനെ ഞാനാണ് ആശാൻ, അല്ലാണ്ട് നീയല്ല. ഡിക്കി തുറക്കണ്ട ആശാനെ. ഹലോ ഏതാടാ ഈ പെണ്ണ്? എന്നാ പെണ്ണ ഇതെവിടെ വന്നത്? അയ്യോ, ബാലപുത്രന്മാർക്ക് ഒന്നും അറിയില്ലേ? സത്യം പറഞ്ഞോളാം. എവിടുന്നാണ് ഇതിനെ പൊക്കിക്കൊണ്ടുവന്നെ? അതെ, പൊക്കി കൊണ്ടുവന്നല്ല. ഞാൻ സത്യം പറയട്ടെ, 10-20 വർഷമായി ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് എനിക്ക് തോന്നുന്നു ഡിക്കിക്കകത്ത് കിടന്ന ആ ഒരു കൈക്കുഞ്ഞുണ്ടല്ലോ, കൈക്കുഞ്ഞ് ഡിക്കിക്കകത്ത് കിടന്ന് വളർന്ന് വലുതായി. ഇങ്ങനെ 10-25 വയസ്സിൽ ഡിക്കിനുള്ളിൽ കിടന്ന് കൊച്ചു വളരാനായിട്ട് അത് ഡിക്കി അല്ലാണ്ട് ഗർഭപാത്രമല്ല. സത്യം പറഞ്ഞോളാം. എവിടുന്ന് അടിച്ചോണ്ട് വന്നാടാ ഈ സാധനത്തിനാ? ആശാനെ ഞാൻ ആശാന്റെ ഇവന്റെ ലൈനാ, ഇവന്റെ കാമുക. ഇവൻ കെട്ടാനിരിക്കുന്ന പെണ്ണാണ് ആശാന്. നീ കെട്ടാൻ പോണ പെണ്ണാണ്. എന്നാ പിന്നെ ഇത് ആദ്യമേ ആശാനോട് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്ന? നിങ്ങൾ ഈ ചുറ്റിക്കളി മുഴുവൻ കളിച്ചെന്തിനാ? എടാ നീ പ്രേമിക്കുന്ന പെണ്ണാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആശാനല്ലേ? ഇത്രയും പ്രായമായിട്ടും ആശാന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നില്ല. അപ്പൊ എന്റെ പണിക്കാരനെങ്കിലും ഒരു പെണ്ണ് കിട്ടി നല്ലൊരു ജീവിതം തുടങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ഈ ആശാനല്ലേടാ? എടാ നിങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ ആശാൻ ഈ കല്യാണം മംഗളമായിട്ട് നടത്തി തരും. അച്ഛനായിട്ട് സ്ഥാനമാണല്ലോ. ആ സ്ഥാനത്ത് വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല. വെറുതെ ഇങ്ങനെ പിള്ളേര് കളിച്ച് കാള കളിച്ച് നടക്കുക. കല്യാണം കഴിച്ച കുടുംബം നോക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. പെണ്ണിന്റെ വയറ്റിൽ താലി കെട്ടി കഴിയുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നിനക്ക് ഉത്തരവാദിത്വം ഒക്കെ വന്നോളും. പെണ്ണിന് താല്പര്യമില്ല, പെണ്ണിന് താല്പര്യമില്ല. നീ അങ്ങനെ കയറി. നിനക്ക് ഇവനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? പിന്നെ എനിക്കുണ്ട്. അവർക്ക് താല്പര്യമുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞേ കൂടുതൽ സമയം കളയൊന്നും വേണ്ട. നീ പോയിട്ട് ആ രജിസ്ട്രാറോട് ഇങ്ങോട്ട് വരാൻ പറ. ഇവിടെ വെച്ച് എന്റെ ഈ വർക്ക്ഷോപ്പിൽ വെച്ച് ഇവന്റെ കല്യാണം ഞാൻ മംഗളമായിട്ട് വിളിച്ചടാ. പോയി രജിസ്ട്രാറെ വിളിച്ചോണ്ട് വേണം. അല്ല മുഹൂർത്തമൊക്കെ നോക്കി. മുഹൂർത്തമൊക്കെ ഞാൻ നോക്കിക്കോളാം. 2 മാല മേടിച്ചോ, ഓടിച്ചെല്ലി 2 മാല മേടിച്ചോ. നീ വന്നിങ്ങോട്ട്. അതെ, ഇവൻ എന്ന് പറഞ്ഞാൽ നല്ല പയ്യനാ, അന്തസ്സായിട്ട് കുടുംബം നോക്കിക്കോളും. നീ പട്ടിണി കിടക്കേണ്ടി വരില്ല. എനിക്ക് ഈ വർക്ക്ഷോപ്പിൽ വിശ്വസിച്ച് പണിക്ക് നിർത്താൻ കൊള്ളാവുന്ന ഏക ഒരുത്തിന് ഇവൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ബ്ലഡ് ക്യാൻസറാ. നിനക്ക് ഒരു ക്യാൻസറും ഇല്ല. നീ വെറുതെ നുണ പറയല്ലേ? ചത്തുപോകുന്ന ആളെ എടാ, ഒരു പെണ്ണിനെ കിട്ടാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം എന്നാണ് നിന്റെ വിചാരം? ഈ നിമിഷം നിന്റെ കല്യാണം ഞാൻ ഇവിടെ മംഗളമായിട്ട് നടത്തിയിരിക്കും. രജിസ്ട്രാർ ഇപ്പൊ വരും. ഇവിടെ വച്ച് വിവാഹം നടത്തിയിരിക്കും. കല്യാണത്തിന് താല്പര്യമില്ല. കല്യാണത്തിന് താല്പര്യം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അയ്യോ, നമുക്ക് വേണ്ടപ്പെട്ട ചെറുക്കനും പെണ്ണുമാണ്. അതെ അതെ അതെ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല. മണവാളന്റെ ആശാനെ ഒപ്പിടിക്കും, വധുവിന്റെ സ്ഥാനത്ത് പെണ്ണിനെ ഒപ്പിടിക്കും. ആശാനെ ഈ മുതലിന്റെ തലയിൽ വെച്ച് കൊടുക്കാം. നമ്മൾ രണ്ടുപേരും സാക്ഷിക്കാവളത്തിലാണ് ഒപ്പിടുന്നത്. ഞാൻ ഈ പുള്ളിക്കാരന് കാശ് കൊടുത്ത് പറഞ്ഞാൽ കൊണ്ടുവന്നേക്കണത്. അപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല.
ആ ഒപ്പിടാൻ നോക്കിയ സമയങ്ങളാണ് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നെല്ലാം ചെയ്തു തരണം. ഓക്കേ? ആ ഒച്ചന്റെ സ്ഥാനത്ത് ഞാനെല്ലാം ചെയ്തോളാം. നെഞ്ചോട് ചേർന്ന് നിൽക്കണമെന്നുണ്ട്, ഈ വയറ് സമ്മതിക്കണം. ഞാൻ മാറി തരാം അങ്ങോട്ട്. ഒരു അച്ഛന്റെ സ്ഥാനത്ത് നീ കല്യാണം നടത്തുന്നു എന്ന നിലയിൽ ആദ്യത്തെ ഒപ്പ് ഞാൻ തന്നെ ഇടാം. അതെ, മൂത്ത കാരണവരാണ് ആദ്യത്തെ ഒപ്പിടേണ്ടത്. എവിടെയാണ്? കാണിച്ചു കൊടുക്കുക, നമ്മൾ പറഞ്ഞ കോളത്തിൽ. എവിടെയാണ്? അച്ഛന്റെ വീട്ടിൽ പോണ വഴി പോലെ ഉണ്ടല്ലോ. എന്റെ ഒപ്പം അത് ആണോ? ഇനി പെണ്ണെടുത്ത് പെണ്ണെടുത്ത് എനിക്കോ ഇനി ഒരു പെണ്ണ് കിട്ടൂല, അവരെങ്കിലും ജീവിക്കട്ടെ. ഇതാ അവിടെ കൊട്ടിക്കൊണ്ട് കണ്ട് ഉത്തരവാദിത്തപ്പെട്ട മണവാളല്ലേ നീ? ആ ഒപ്പിടാ. മേളൊന്നുമില്ല, ഞാൻ തന്നെ അങ്ങോട്ട് സ്വയം ആ നീ എന്നാ തോയം എന്നാ തോയം ആ അവിടെ അങ്ങോട്ട് കള്ളപ്പെട്ട് നീ എന്റെ തനി സ്വഭാവം മനസ്സിലാക്കോട്ടെ. അല്ലല്ല, എന്താടാ നിന്റെ കൈ വിറക്കണ വിറക്കണ എന്താ? നിക്കണില്ല അത്. ആ മാലയും കൊണ്ട മലട്ടെ മാലയിട് മാലയിട് മാലയിട മാല മാലയിട്. അതെ, ആ വലിയ ഉപകാരം വലിയ ഉപകാരം. അപ്പൊ ചെയ്തതിന് വലിയ എടാ മാല ഇടാൻ പറഞ്ഞ മാല ഞാൻ അങ്ങനെയാണ് മാല എടുത്തത്, മനസ്സിലായോ? അല്ലാണ്ട് വെറുതെ മാല മറ്റോണ്ട് കണക്കണന്ന് കാണിച്ചോണ്ടിരിക്കരുത്, മനസ്സിലായില്ലേ? ആശാൻ എന്ത് പണി കാണിച്ചത്? ആശാൻ ഈ പെണ്ണെ കെട്ടിയോ? ആശാനല്ലേ ഈ പെണ്ണെ കെട്ടിയത്? എടാ ഞാനല്ലേ ഇവനല്ലേ ഈ പെണ്ണിനെ കെട്ടിയത്? ഇവൻ എത്ര വർഷമായിട്ട് സ്നേഹിച്ച് പ്രേമിച്ച് കൊണ്ടുവരുന്ന പെണ്ണായത്. ആശാൻ ഒപ്പിട്ടത് മാറിപ്പോയില്ലേ? എടാ ഞാൻ സാക്ഷിക്കോളത്തിലല്ലേ ഒപ്പിട്ടത്? അല്ല, സ്ഥാനത്താണ് ആശാൻ ഒപ്പിട്ടത്. വേണ്ടായിരുന്നു. അയ്യോ, മോശമായി പോയി ആശാനെ, മോശമായി പോയി. എന്നോട് വേണ്ടായിരുന്നു ഇത്രയും കാലം. ഒരു അബദ്ധം പറ്റിയത് ക്ഷമിക്കണം. നീ ആശാനോട് ക്ഷമിക്കേ. ഒരു പ്രേമിച്ച പെണ്ണിനെ വേറൊരാള് താലി കെട്ടി കല്യാണം കഴിച്ചു എന്നൊക്കെ അറിയുമ്പോ ആർക്കായാലും ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ സത്യത്തില് ഞാൻ ഇവളെ കല്യാണം കഴിച്ചില്ല, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാ? എന്റെ ആശാനായി പോയതുകൊണ്ട് എല്ലാ വിഷമവും ഞാൻ മനസ്സിലൊതുക്കിക്കൊണ്ട് ഇവളെ ഞാൻ ആശാന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കുക. വിഷമമില്ലല്ലോ? ഇല്ല. അവൻ കുറെ നാൾ സ്നേഹിച്ചു നടന്നോണ്ട പെണ്ണിനെ ഈ ആശാൻ കെട്ടിയതില് അവന്റെ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടാ? എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ആശാൻ ഒരു ജീവിതം ആവില്ലെന്ന് ഓർക്കുമ്പോ സന്തോഷമുള്ളൂ. സന്തോഷമാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമമില്ല. ഇപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമം അങ്ങോട്ട് പോയി. സമയം കളയണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെ, വീട്ടിലേക്കായാലും കാട്ടിലേക്കായാലും കുഴപ്പമില്ല, പക്ഷെ രാവിലെ എനിക്ക് കാശ് കിട്ടണം. രാവിലെ കാശ്? അതായത് ഈ രാവിലെ രാവിലെയും ചെലവിലുള്ള പൈസ, ചെലവിനുള്ള കാശ് കൊടുക്കണം. എല്ലാ ദിവസവും ചെലവിനുള്ള കാശ് കൊടുക്കണം പറഞ്ഞ രാവിലെ തന്നെ കൊടുക്കണം. അത്രേ ഉള്ളൂ. എന്തിനാ എല്ലാ ദിവസവും കാശ് കൊടുക്കണം? ഞാൻ എന്നെ തന്നെ കൊടുക്കല്ലേ? അല്ല, ഒരു കാര്യം ചോദിച്ചാൽ സത്യം മാത്രമേ പറയാവുള്ളൂ. ഞാൻ ഇവളെ കെട്ടിയതില് നിങ്ങൾക്ക് രണ്ടുപേർക്കും സത്യത്തിൽ വിഷമം ഉണ്ടോ? ഞങ്ങൾക്ക് ഒരു വിഷമമില്ല. ഇല്ലല്ലോ? ഇല്ല. അല്ല, എന്താടാ നിങ്ങൾക്ക് വിഷമം ഇല്ലാത്ത? വിഷമമില്ലാത്ത എന്തുകൊണ്ടാന്നറിയോ? ആശാനല്ലേ പറയാറ്, എന്ത് ആശാനുള്ളതെല്ലാം ഞങ്ങൾക്കും കൂടി ഉള്ളതല്ലേ എന്ന്. കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ ഇന്നത്തെ അതിഥികൾ. ഒരേ മുഖം എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി എത്തുന്നു ജുവൽ, ഗായത്രി സുരേഷ് ആൻഡ് യാസിർ സലീം. ਤੈਨੂੰ ਮੈਂ ਲਵ ਕਰਦਾ ਬੇਮਤਲਬ ਕਰਦਾ ਬਾਹੋਂ ਮੈਂ ਆ ਸੋਣੀਏ ਬਸ ਅੱਜ ਰਾਤ ਕੇ लिए सुबह होने ना दे, साथ खोने ना दे, एक दूसरे को हम सोने ना दे, तू मेरा हीरो, ओ ओ ओ ओ ओ ओ ओ, तू मेरा हीरो, सुबह होने ना दे, साथ होने ना दे, एक दूसरे को हम सोने ना दे, मैं तेरा हीरो, हाँ हीरो, हाँ हीरो, मैं तेरा हीरो. നമസ്കാരം ഒരേ മുഖം ടീം.
എന്താണ് ഒരേ മുഖം? ഒരേ മുഖം ഒരു ഇമോഷണൽ ത്രില്ലർ, ഒരു ക്യാമ്പസ് ത്രില്ലറാണ് ഒരേ മുഖം. ആരൊക്കെയാണ് ആ ത്രില്ല് ചെയ്യിപ്പിക്കുന്ന ആൾക്കാര്? കുറെ പേരുണ്ട്. ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. 80s ക്യാമ്പസ് സിനിമയാണ്. ക്യാമ്പസ് മെയിൻ ക്യാരക്ടർ ടോട്ടൽ 80s സ്റ്റോറിയാണോ ഇത്? അല്ല, ഇവര് 80s നടക്കുന്ന ഒരു സ്റ്റോറിയെ ഇവിടെ പ്രസന്റ് കാലഘട്ടത്തിൽ നടക്കുന്ന കുറച്ച് പേര് അന്വേഷിച്ചു പോകുന്നതാണ്. പ്രസന്റ് ടെൻസും ഉണ്ട്, പാസ്റ്റ് ടെൻസും ഉണ്ട്. ആരൊക്കെയാണ് പാസ്റ്റ് ടെൻസ്? ഞാൻ വർത്തമാനകാലം, ഇതൊക്കെ അപ്പൊ വർത്തമാനകാലത്തിലുള്ള ജുവലിന്റെ ക്യാരക്ടറിന്റെ പേരെന്താണ്? എന്റെ ക്യാരക്ടറിന്റെ പേര് അമല എന്നാണ്. ഒരു ജേർണലിസ്റ്റ് ആണ്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്. ഈ ജേർണലിസ്റ്റ് ആണ് ഈ ഭൂതകാലത്ത് കഴിഞ്ഞു പോയ കഥകളിലെ ആൾക്കാരെയൊക്കെ പോയിന്റ് ഓഫ് വ്യൂലാണ് അതെ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ. അപ്പൊ ഈ പാസ്റ്റ് ടെൻസിലുള്ള ക്യാരക്ടേഴ്സിന്റെ പേരെന്തൊക്കെയാണ്? എന്റെ പേര് ദേവൻ എന്നാണ്. ശരിക്കുള്ള പേര് യാസിർ സലീം എന്നാണ്. ധ്യാൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് സക്കറിയ പോത്തൻ. ഹീറോ. ധ്യാനാണ് ഹീറോ. പിന്നെ അജു വർഗീസ് ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് ദാസ് എന്നാണ്. പിന്നെ പ്രകാശൻ, അരവിന്ദൻ, അങ്ങനെ. ഗായത്രിയുടെ ക്യാരക്ടർ? എന്റെ പേര് ഗായത്രി തന്നെയാണ്. ഗായത്രി തന്നെയാണ്. അതെന്താ ഗായത്രി തന്നെ ഇട്ടു? എന്തോ അങ്ങനെ ഒരു ഭാഗ്യം. അതെനി ഗായത്രി പറഞ്ഞതാണ്, എനിക്ക് എന്റെ പേര് തന്നെ മതി. അല്ല, അതൊരു ഭാഗ്യം പോലെ വന്നതാണ്. ഗായത്രി കുട്ടി എന്നും കൂടി ഉണ്ട്. ചിലവർ എന്നെ ഗായത്രി കുട്ടി എന്ന് വിളിക്കുന്ന സിനിമയിലല്ലേ? അങ്ങനെ പ്രയാഗം മാറ്റുന്നുണ്ട്. ആളാണ് ധ്യാന്റെ പേരായിട്ട് വരുന്നത്. അപ്പൊ ജുവലിന് പേരില്ല? പേരില്ല. ആക്ഷനും സസ്പെൻസും നിറഞ്ഞൊരു മൂവിയാണ് ഒരേ മുഖം. ധ്യാൻ ഇതില് ആക്ഷൻ വളരെ നന്നായിട്ട് ചെയ്തോ? ധ്യാന്റെ ശരിക്കും ഒരു ബ്രേക്ക് ആണ് അല്ലേ ധ്യാൻ ചേട്ടന്റെ? ഒരു കൾട്ട് മൂവി ആയിരിക്കും. ധ്യാനെ നമ്മള് ഇതുവരെ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇച്ചിരി കോമഡി ടച്ച് ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സ്. ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കോമഡി എന്നുള്ളൊരു ഇതുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ് ധ്യാൻ ചെയ്യുന്നത്. അപ്പൊ ക്യാമ്പസില് ലവ് സ്റ്റോറി ഉണ്ടാവും? ലവ് സ്റ്റോറി ഉണ്ട്. ലവ് സ്റ്റോറി ലവിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ പ്രണയമാണ് എല്ലാ സ്ഥലത്തും പ്രശ്നം. ആ പ്രശ്നത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? ദുരൂഹത ഉണ്ട്. അവർ തമ്മിലുള്ള ഗായത്രിന്റെ മുഖത്ത് തന്നെ ഉണ്ട് ദുരൂഹത ഉണ്ട്. ഇതിന്റെ സംവിധായകൻ വളരെയധികം കഷ്ടപ്പെട്ട് തെരഞ്ഞു കണ്ടുപിടിച്ച മുഖങ്ങളാണല്ലോ ഈ ഒരേ മുഖത്തിന്. എന്താണ് നിങ്ങളുടെ സംവിധായകനെ പറ്റി പറയാനുള്ളത്? സജിത് സാറിന്റെ ഫസ്റ്റ് പടമാണ് ഈ സിനിമ. പക്ഷെ ആളുടെ കോൺഫിഡൻസും ആ ഒരു എന്താ പറയാ ഒരു ക്രിയേറ്റീവ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ പടമാണെങ്കിലും ഒരു എന്താ പറയാ എല്ലാം തികഞ്ഞൊരു സംവിധായകൻ തന്നെ. സർ എങ്ങനെ ഉണ്ടാവും പടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ പൊളിക്കില്ലേ? അങ്ങനെയാണ് 100 days എന്നുള്ള ഫുൾ ഗ്യാരണ്ടിയിലാണ് സിനിമ തുടങ്ങിയപ്പോ മുതൽ ആള് വർക്ക് ചെയ്യണം. അത്രയും പോസിറ്റിവിറ്റി ഉണ്ട്. അതെന്താണ്? ആയിക്കോട്ടെ. നമസ്കാരം ജൂലി ചേച്ചി. നമസ്കാരം സൂരജ്. നമസ്കാരം. സുഖം, പരമസുഖം. ചേട്ടാ എന്തൊക്കെ സുഖല്ലേ? ചേട്ടന്റെ പേര് ഞാൻ മറന്നുപോയി. യാസിൻ. ഓക്കെ. എവിടുന്ന് വരുന്നത്? ആലുവ. ഓക്കെ. ഇപ്പൊ ഏതാ പുതിയ പടം? ഒരേ മുഖം. ഒരേ മുഖം. അതിന്റെ എവിടെയായിരുന്നു ഷൂട്ടൊക്കെ? ഒരു കേരള കോളേജില് കുറച്ച് ഷൂട്ട്, പിന്നെ തൊടുപുഴ, എറണാകുളം. അയ്യോ, ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചിരുന്നെങ്കിലേ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആവാമായിരുന്നു സിനിമ. അല്ല, എന്റെ സ്കൂളിൽ വെച്ച് ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. ഷൂട്ട് വെക്കണേ? അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവധിയാവുമല്ലോ സ്കൂളിൽ. എടാ സൂരജ്, ആക്ച്വലി സിനിമ എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് പടമാണ്. അപ്പൊ അതില് പ്രണയമുണ്ട്, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല, പറഞ്ഞാ മതി, അത് മനസ്സിലാക്കിക്കോളാം, ഞാൻ മനസ്സിലാക്കിക്കോളാം. പ്രണയം അല്ല, നിങ്ങൾക്ക് അത്ര പ്രണയൊന്നും ഇല്ലാന്ന് പറഞ്ഞല്ലോ. എന്റെ സ്കൂളിലേക്ക് ഒന്ന് വന്ന് നോക്ക്, അവിടെ കൊട്ടക്കണക്കിന് പ്രണയം. ഹാൻമരിയും ചുക്കുരും തമ്മിലുള്ള പ്രണയം, ചിംബ്രൂട്ടനും മരിയയും തമ്മിലുള്ള പ്രണയം. ഇതൊക്കെ സ്കൂളിൽ അനാകെ പാട്ടാണ് ഈ പ്രണയം. പിന്നെ സ്കൂളിൽ പാട്ടല്ലാത്ത ഒരു പ്രണയമുണ്ട്, എനിക്ക് മാത്രം അറിയുന്ന പ്രണയം. നമ്മുടെ ശശികല ടീച്ചറിന്റെ രവീന്ദ്ര മാഷിന്റെ പ്രണയം. ഞാൻ ഇത് ആർക്കും അറിയില്ലല്ലോ. ഞാൻ പ്രൊമോഷന് വേണ്ടിട്ട് ഒരു കാര്യം ചെയ്തു. ആ മതിലേൽ അങ്ങ് പേരെഴുതി വെച്ചു. പിന്നെ ഇപ്പൊ പൊളിച്ചടിക്ക് പോകും. പിന്നെ ഇമോഷൻ പറഞ്ഞല്ലോ, അതെന്താ കാര്യം എടുക്കാം? പരീക്ഷയ്ക്ക് നോക്കുമ്പോഴല്ലേ നിനക്ക് ഇമോഷൻ? അല്ല, അതിനിപ്പോ എന്താ, അത് ഒരു സ്ഥിരം ഇടപാടാണല്ലോ, അതിൽ വലിയ ഇമോഷനൊന്നും ഇല്ല. പക്ഷെ ആരും എനിക്ക് പറയുന്നില്ല.
അപ്പൊ ചെറിയൊരു ഇമോഷൻ അത് വേണമെങ്കിൽ എടുക്കാം. കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. എടാ നീ ഈ പറയണ പോലെ ഒന്നല്ല, കോളേജും സ്കൂളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസമുണ്ട്. വ്യത്യാസങ്ങളൊക്കെ എനിക്കറിയാം. നിനക്ക് എന്താ അറിയാം? ഈ സ്കൂളിൽ നമ്മൾ സമരം ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അപ്പൊ തന്നെ ടീച്ചർ തരും. കോളേജിലാണെങ്കിൽ സമരം ചെയ്താൽ അപ്പൊ തന്നെ സീറ്റ് കിട്ടും. നേതാക്കന്മാരാവാൻ വേണ്ടിട്ട്. ഇനിയുണ്ട് വ്യത്യാസം. സ്കൂളിൽ പോയാൽ നമുക്ക് കഞ്ഞി കുടിക്കാം. കോളേജിൽ പോയിട്ടില്ലെങ്കിൽ കഞ്ഞി കുടി മുട്ടും. ഇവര് പെണ്ണുങ്ങൾക്ക് വലിയ ഭാഗ്യാണ്. ഒരു പരിപാടി വേണ്ട. ഈ 10ാം ക്ലാസ് തോറ്റു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാരേജ് ആണ്. ആൺകുട്ടികൾ 10ാം ക്ലാസ് തോറ്റു കഴിഞ്ഞാൽ ഗ്യാരേജ്. മനസ്സിലായില്ലേ? ഈ വർക്ക്ഷോപ്പിലൊക്കെ പോയി ഉപ്പാട് വരും. പക്ഷെ സൂരജ്, ഞങ്ങളെങ്ങനെ കളിയാക്കാൻ പറ്റില്ല. ഞങ്ങളെ പരീക്ഷ ചിലപ്പോ എന്താ ലാപ്ടോപ്പ് നോക്കില്ല, മൊബൈല് നോക്കില്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല. നിങ്ങളതൊന്നും നോക്കില്ലായിരിക്കും. പക്ഷെ ഞങ്ങൾ ആൺപിള്ളേരെ പരീക്ഷ എടുത്താ പുസ്തകം പോലും നോക്കത്തില്ല. നമ്മള് പുല്ല് പോലെ ജയിച്ചു പോകുന്നു. പിന്നെ അങ്ങനെയല്ലേ. പക്ഷെ സൂരജ് നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പുസ്തകം നോക്കാണ്ട് പഠിക്കും, പാസ്സാവും. പക്ഷെ ഏറ്റവും കൂടുതൽ റാങ്ക് കിട്ടണത് ആർക്കാ? എല്ലാ എക്സാമിനും ടോപ്പ് റാങ്കേഴ്സ് നമ്മള് ഗേൾസ്. പെൺപിള്ളേർക്ക് കിട്ടും, അത് സമ്മതിച്ചു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ AC കണ്ടുപിടിച്ചതാരാ? ആണാണോ പെണ്ണാണോ പറഞ്ഞത്? കണ്ടുപിടിച്ചതാരാ? ആണാണോ പെണ്ണാണോ? ആണ്. ഓട്ടെ, ടെലിഫോൺ കണ്ടുപിടിച്ചതാരാ? അലക്സാണ്ടർ ആണല്ലേ. നിങ്ങളൊരു മൊട്ട സൂചി എങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? വലിയ റാങ്ക് കിട്ടിയിട്ടുണ്ട്, കൊട്ടക്കണക്കിന് റാങ്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ നിന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. അമേരിക്ക ഭരിക്കണത് ആരാ? ഒബാമ. ഒബാമീനെ ഭരിക്കണത് ആരാ? അയാളുടെ പെണ്ണും അതിന്റെ ഇവരുടെ ഞാൻ ആകെ ഉപ്പാടൊന്ന് ചത്തു. അപ്പൊ ഞാൻ മെല്ലെ എസ്കേപ്പ് ആവാണ്. എന്റെ കൂടെ വരുന്നു. ഞാൻ വരണോ? അല്ല, ഇതിങ്ങളുടെ ഇടയിൽ പിടിച്ചു നിക്കണ്ടേ? ഞാൻ നിക്കാം. അനുഭവിച്ചോ. വേണമെങ്കിൽ ചോദിച്ചപ്പോ ഞാൻ കൊടുന്നേരം. കേരളവർമ്മ കോളേജിലെ കുട്ടികളല്ലേ? ഇവർക്ക് തന്നെ അറിയോ? കോളേജിൽ വന്ന ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയാൽ പോരാ, വല്ലപ്പോഴും ആ ക്യാൻറ്റീനിൽ വരണം. അവിടെ ക്ലാസ് എടുത്തോണ്ട് ഞാനാ ഷൺമുഖൻ. കടായി ചിക്കൻ ഉണ്ടോ? കടകാട്ട് ചിക്കൻ ഇല്ല, ലൊക്കം കാശിന് ചിക്കനും. ഈ ചിക്കൻ കുനിയാ വരുത്തുന്നത് ആരാ? കൊതുക്. ചപ്പാത്തി വരുത്തുന്നത് ആരാന്നറിയോ? ഞാനാ, ഷൺമുഖൻ. അങ്ങനെ പരുത്ത് തമ്മിൽ ഞങ്ങൾക്ക് വലിയൊരു ബന്ധമുണ്ട്. കോമഡി സൂപ്പർ നൈറ്റ്. കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ ഇനി ഒരു ഭയങ്കര പെർഫോമൻസ് നടക്കാൻ പോവാണ്. ആരാണ് പെർഫോം ചെയ്യാൻ പോണെന്ന് അറിയണ്ടേ? മറ്റാരും അല്ല, സ്റ്റേജിൽ നിൽക്കുന്ന ഈ 3 പേരും തന്നെയാണ് പെർഫോം ചെയ്യാൻ പോണത്. ഞങ്ങൾ എന്താ പെർഫോം ചെയ്യാൻ അല്ല, കുറച്ച് സാധാരണ എല്ലാരും നിങ്ങൾ പെർഫോം ചെയ്യുമോന്ന് ചോദിക്കുമ്പോ അയ്യോ ഞാനോ ഇല്ല, ഇത് എന്റെ അടുത്ത് ഞാൻ പെർഫോം ചെയ്യും, ഞങ്ങൾ പെർഫോം ചെയ്യും എന്ന് പറഞ്ഞു. പാട്ട് പാടണം, ഞങ്ങൾക്ക് പാട്ട് പാടണം എന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ. അപ്പൊ തുടങ്ങല്ലേ? ഞങ്ങളുടെ ഒരേ മുഖം സിനിമയിലെ ഇപ്പോ കേരളത്തിലെ ഏറ്റവും ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം പാട്ട്, ആ ക്യാമ്പസ് പാട്ട് അല്ലേ? ക്യാമ്പസ് പാട്ട്. നമസ്കാരം. ഞാൻ ചമ്മു. ചമ്മിയോ? ചമ്മിയതല്ല, എന്റെ പേര് ഷൺമുഖൻ. ചമ്മു എന്ന് വിളിക്കും. ഈ കുട്ടികൾക്കൊക്കെ എന്നെ അറിയാം. ഇവര് കേരളവർമ്മ കോളേജിലെ കുട്ടികളല്ലേ? ഇവർക്ക് എന്നെ അറിയാം. ഞാൻ ഒരു വർഷം അവിടെ ക്ലാസ് എടുത്തിരുന്നു. അറിയോ? ഓർക്കുന്നില്ലേ? അവരാരും അറിയില്ല എന്നാ പറയണേ. ചുമ്മാ കള്ളം പറയും. എന്നെ അറിയാവുന്നവർക്ക്. നിങ്ങളെന്നെ അറിയത്തില്ലേ? അതെങ്ങനാ? മുഖം കണ്ടറിഞ്ഞൂടെ? അവർക്ക് അറിയില്ല. അതല്ലെന്ന്, കോളേജിൽ വന്ന ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയാൽ പോരാ, വല്ലപ്പോഴും ആ ക്യാൻറ്റീനിൽ വരണം. അവിടെ ക്ലാസ് എടുത്തോണ്ട് ഞാനാ ഷൺമുഖൻ.
അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഇവിടെ ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇവിടെ ഇപ്പൊ വന്ന ഇവിടെ ഒരു മുഖക്കാർ വന്നു ഒന്ന് കാണാം എന്ന് വെച്ചു. ആ അതെ വന്നിട്ടുണ്ട്. അതാരാ അത്? ഇവര് 3 പേരാണ് ഒരേ മുഖക്കാർ. ഇവര് 3 പേര്? അതെ. ഒന്ന് നോക്കിക്കോട്ടെ. ഓ പിന്നെന്താ, നോക്കിക്കോട്ടെ കേട്ടോ. ഞാൻ സമ്മതിക്കത്തില്ല. ഇത് ഒരു മുഖമല്ല, ഒരു മുഖമല്ല ഇത്. ആണ് ചേട്ടാ, ഞങ്ങൾ ഒരേ മുഖാണ്. അല്ലെന്ന് ഒരു മുഖമല്ല. സത്യം. ഒന്നെങ്കിൽ 3 പേർക്കും താടി വേണം, അല്ലെങ്കിൽ 3 പേരും ക്ലീഷമായിരിക്കണം. ഒരു മുഖമല്ല. ഏത് കോടതി വേണമെങ്കിലും കയറാം, ഒരു മുഖക്കാരല്ല. ഞാൻ സമ്മതിക്കത്തില്ല. ചേട്ടാ, ഞങ്ങൾ ഒരു മുഖമല്ല, ഒരേ മുഖം സിനിമയിൽ അഭിനയിച്ചവരാണ്. സിനിമയുടെ ആൾക്കാരാണോ അവര്? അതെ, ഒരേ മുഖം സിനിമയുടെ ആൾക്കാരാണ്. ഞാൻ കരുതേണ്ട ഒരു മുഖമുള്ള 3 പേര് വന്നേ. ഞങ്ങളെ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഈ ചിരിക്കുന്ന മുഖം മാത്രല്ല, ഞങ്ങൾക്ക് വേറെ വൃത്തിയായിട്ട മുഖം കൂടി ഉണ്ട്. ആ ചിരിക്കുമ്പോ ഭയങ്കര വൃത്തിയാണ് 3 പേരും കാണാൻ. സത്യമായിട്ടും വഴക്കുണ്ടാക്കാൻ വന്നല്ല. ഞാൻ ഇവിടുത്തെ ഷെഫാണല്ലോ. ഇവർക്ക് കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാന്ന് വെച്ച് വന്നതാണ്. അല്ല, ഈ കക്ഷത്ത് എന്താണുള്ളത്? ബുക്കോ? അയ്യോ മെനു. മെനു മെനു. അത് തന്നെ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിട്ടെന്ന് പറഞ്ഞു. കടായി ചിക്കൻ. കടായി ചിക്കൻ ഉണ്ട്. കടായി ചിക്കൻ ഉണ്ടോ? കടകാട്ട് ചിക്കൻ ഇല്ല, ലൊക്കം കാശിന് ചിക്കനും. എന്നാ പിന്നെ 90 രൂപ എനിക്കത് വേണ്ട. ചപ്പാത്തി ഉണ്ട്. പിന്നെ കുമാറോ, അതെന്താ പുതിയ ഐറ്റാണോ? കുമാറോ ആളുടെ പേരല്ലേ? കുമാറോ? ആരാ കുമാർ? ആരാ കുമാർ? 30 രൂപ. എവിടെ കുമാർ? കുമാർ 30 രൂപ. ഇത് കുമാറല്ല, മുതലാളി എഴുതി ചെറിയൊരു അക്ഷര പിശാചായത്. ചപ്പാത്തിയും കുറുമയെന്ന് എഴുതിയതാ. അത് കുമാറായി മുതലാളി ആള്. ഇടയ്ക്ക് സഹായിച്ചു കൊടുക്കണം. ഈ കുമാറല്ല കുറുമ വൃത്തിയായിട്ട് എഴുതാനായിട്ട് സഹായിച്ചു കൊടുക്കണം. അയ്യോ ഞാൻ എഴുതി കൊടുക്കാന്ന്. ഞാനില്ലേ ഇതുപോലെ പണ്ടൊരു ഹോട്ടലിൽ നിന്ന് എന്റെ പണി തെറിച്ചാ. അവിടെ മുതലാളി ഊണിന് ആള് കയറും. 10-250 ഊണിന് ആള് കയറുന്ന വലിയ ഹോട്ടലാ. അവിടെ ഊണ് തയ്യാറെന്ന് പറഞ്ഞൊരു ബോർഡ് വേണം. ഞാൻ പറഞ്ഞു ഞാൻ എഴുതിത്തരാം, സൂപ്പർ ഞാൻ എഴുതിത്തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ബോർഡ് എഴുതി അവിടെ തൂക്കി. പിറ്റേ ദിവസം ഒരു ഒറ്റ മനുഷ്യൻ ആ ഹോട്ടലിൽ കയറുന്നില്ല ഉണ്ണാൻ. ചെറിയൊരു അക്ഷര പിശാച. അത് ഊണ് തയ്യാറെന്നുള്ളതിന് പകരം ഞാൻ ഊണ് തകരാറെന്ന് എഴുതി. എന്റെ പണിയും തെറിച്ചാൽ ഓട്ടോ ഓടിയിട്ട് പുല്ല് പോലും ഇപ്പൊ അവിടെ കിളുത്തിട്ടില്ല. അങ്ങനെ ജോലി പോയി അവിടെ. അങ്ങനെ ജോലി പോയി. പക്ഷെ ഞാൻ ജോലി പോയാലും 1 അല്ലെങ്കിൽ 9 ആണെന്നല്ലേ. അതാണ്. ഞാൻ നേരെ AC റെസ്റ്റോറന്റിൽ വന്ന് കയറി. AC റെസ്റ്റോറന്റില്ല ഞാൻ. പ്രൊമോഷൻ കിട്ടി, പ്രൊമോഷൻ കിട്ടി. പക്ഷെ AC സമ്മതിക്കണം കേട്ടോ. ചിരിച്ചു പണി തീരും. ACക്കകത്ത് മുടിച്ച കോമഡിയാ, മുറ്റ കോമഡിയാ. ഈയിടെ ഒരു 2 ദിവസം മുമ്പേ ഒരു പാർട്ടി ഉണ്ണാൻ വന്നു. ഒരു യൂണിയൻ പണിക്കാരനാ. പുള്ളി നല്ല വെയിലും കൊണ്ട് വെട്ടി ഉയർത്തി AC റെസ്റ്റോറന്റിൽ വന്ന് കയറി ഇരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് വേണം, മീൽസ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അവനൊന്നും മിണ്ടിയില്ല. ഞാൻ മീൽസ് കൊണ്ടു അവന് മുമ്പ് ചോദിച്ചു ഇതാ മീൽസ് കഴിക്കുമെന്ന് പറഞ്ഞു. ഇവൻ പറയാ എനിക്ക് മീൽസ് അല്ല വേണ്ടത്, എനിക്ക് ഊണാ വേണ്ടത്. ഞാൻ ഒരൊറ്റ ചിരിയാ. ചിരിച്ചു കഴിഞ്ഞപ്പോ ഇവൻ വെട്ടി ഉയർത്തിരിക്കുമല്ലേ. എന്നാ പിന്നെ ശാല AC കൂട്ടിയിടാം. ഞാൻ പറഞ്ഞു AC അല്പം ഇട്ടാൽ പിന്നെ ചോറ് നീക്കിയിട്ട് പറയാം ഒരു ശകലം ഇങ്ങോട്ട് ഒഴിച്ചോളൂ എന്ന്. ഹലോ ഇതൊക്കെ കോമഡിയാ? കോമഡി ഇല്ല ഇതിനകത്ത്. നല്ല കോമഡി, അടിപൊളി. ഇതുപോലത്തെ ഇനിയുണ്ടോ ചേട്ടാ 3-4 എടുക്കാൻ? നല്ല ആത്മാർത്ഥമായിട്ടാ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ശരിക്കും പറഞ്ഞ ആത്മാർത്ഥമുള്ള 2 കൂട്ടരാ. 2 കൂട്ടരുള്ള ഒന്ന് ഷെഫ്, പിന്നൊന്ന് കൊതുക്. കൊതുക് അതറിയില്ലേ? ഭയങ്കര ആത്മാർത്ഥതയാ. ഈ ചിക്കൻ കുനിയ വരുത്തുന്നത് ആരാ? കൊതുക്. ചപ്പാത്തി വരുത്തുന്നത് ആരാന്നറിയോ? ഞാനാ, ഷൺമുഖൻ. അങ്ങനെ പരുത്ത് തമ്മിൽ ഞങ്ങൾക്ക് വലിയൊരു ബന്ധമുണ്ട്. ഇപ്പൊ ഞാൻ താജ് ഹോട്ടലിലാണ് കേട്ടോ. തെളിവോ? തെളിവ് വേണ്ട. അവിടുത്തെ മാനേജറുടെ മൊബൈൽ. കൂടുതൽ തെളിവൊന്നും ഇല്ലല്ലോ. പറഞ്ഞ നിങ്ങളുടെ മൊബൈലൊക്കെ എവിടെ വെച്ചിരിക്കുന്നത്? ഞങ്ങളുടെ മൊബൈൽ അല്ല ഇവിടുന്ന് എന്തിനാണ് ഇവിടെ വന്ന് നിങ്ങളെ കണ്ടു എന്നുള്ളൊരു തെളിവുണ്ട്. അതിനുവേണ്ടിയില്ല. തരാമോ മൊബൈൽ? കഴിക്കാനും കുടിക്കാനും കോമഡി സൂപ്പർ നൈറ്റ്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഏറ്റവും പുതിയ ചിത്രമായ ഒരേ മുഖത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. അറിയട്ടെ? എന്നാ നമുക്ക് ടീസർ കാണാം.
ടീച്ചർ കാണാം. അതെ, ഈ ഫസ്റ്റ് ഇയർ BA മലയാളം ക്ലാസ് ആണെന്ന് അറിയോ? എന്താ മോന്റെ പേര്? വർഗീസ്. വർഗീസ്, നല്ല പേരാണല്ലോ. അപ്പൊ വർഗീസിന് മലയാളം പഠിക്കണം. മലയാളം പഠിക്കാൻ നല്ലൊരു സ്ഥലമുണ്ട്, ഏതാണെന്നറിയോ? ഇല്ല, ദാ ഇവിടെ. സക്രിയ പോത്ത്, ഇതെന്റെ ക്യാമ്പസ്. അളിയ, ഈ കൊച്ചുവെളുപ്പം കാലത്ത് നീ ഇതെങ്ങോട്ടാ? എങ്ങോട്ടും അല്ല, നീ മനുഷ്യനെ പച്ചപ്പാത്രയിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കണ്ടേ? സോറി, നീ വേണം പോയി ഉറങ്ങിക്കോ. പല്ല് തേച്ചതിന് ശേഷം ഞങ്ങളുടെ തറവാട്ടിൽ ആരും ഉറങ്ങാറില്ല. അടിപൊളി ടീച്ചർ, ഒന്നും പറയാനില്ല. താങ്ക് യു അൻസിബ. ഒരേ മുഖം എന്ന സിനിമയിൽ നിങ്ങളല്ലാതെ ഒരുപാട് മറ്റ് ആർട്ടിസ്റ്റുകളുണ്ട്. ആരൊക്കെയായിരുന്നു? ചെമ്പൻ വിനോദേട്ടൻ, മണിബുല രാജു, പണിക്കർ സർ, പിന്നെ സ്നേഹ മാം. ഇവരുടെയൊക്കെ ക്യാരക്ടർ എന്താണ് ഇതില്? അതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ മൊത്തം സസ്പെൻസ് ആണോ? ബാക്കി സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിന്റെ എന്തൊക്കെയാണ് അവർ ചെയ്യണതെന്നൊന്നും പറയാൻ പറ്റില്ല. ആക്ച്വലി സപ്പോർട്ടിംഗ് പറയാൻ പറ്റില്ല. ഈച്ച് ക്യാരക്ടർ റെലവെന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോറിയിൽ ഇവരൊക്കെ ഇല്ലെങ്കിൽ ഈ കഥ ഏറ്റവും വലിയൊരു ഗുണം, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഒരേ മുഖത്തിലൂടെ ഈ മുഖങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. മുസ്തഫ നമസ്കാരം. അപ്പൊ ഞാൻ ഒരേ മുഖമല്ലേ? അപ്പൊ എല്ലാരും അറിയാൻ എനിക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ ഇത്ര തിരക്കായിരുന്നു, അതായി വരാഞ്ഞേ. സാധാരണ ഞാൻ കയറി വരുന്നതാണ് ഞാൻ ഇറക്കി ശല്യമായിട്ട്. പിന്നെ ഈ പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും, അത് ഉറപ്പ് കേസ്. ഞാനാണ് പറയുന്നത്, ഉറപ്പായിരിക്കും. പിന്നെ കുറെ കൂടെ സൂപ്പർ ആകാൻ വേണ്ടിട്ട് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഒരാൾ 10,000 രൂപ വെച്ചിട്ട് 30,000 രൂപ എന്നെ ഏൽപ്പിക്കുവാണെങ്കിൽ സൂപ്പർ പ്രാർത്ഥന എന്റെ കൈവച്ചിരിക്കുന്നു. ആ പ്രാർത്ഥന, അതൊരു പ്രാർത്ഥനയുണ്ട്, അത് തന്നു കഴിഞ്ഞാൽ പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും. അതിന്റെ മേളിൽ പ്രാർത്ഥിക്കണോ? വേണോ? അതാ ഞാൻ പറഞ്ഞു വന്നത്. ഒരേ മുഖം എന്ന് പറഞ്ഞു വന്നിട്ട് ആ പൈസയുടെ കേസ് പറഞ്ഞപ്പോ നോക്കി എല്ലാത്തിനും മുഖം അങ്ങ് വാടി. നോക്കി പൈസ കാര്യം പറയുമ്പോ ഇങ്ങനെ അങ്ങ് കാണിക്കില്ല. ഇത്തിരി പൈസ കിട്ടുന്നവരല്ലേ എല്ലാരും. അത് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചാലും പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും, ഉറപ്പായിരിക്കും. ഇപ്പൊ ഞാൻ അതെന്റെ വാക്കാണ്. ഇത് മുസ്തഫയുടെ വാക്കാണ് ഏറ്റവും വലിയ കൊടുത്തത്. അപ്പോ കോമഡി സൂപ്പർ നൈറ്റ് 2ന്റെ വേദിയിൽ വന്നതിന് ഈ ഒരേ മുഖത്തിന്റെ 3 മുഖങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന സമ്മാനമാണിത്. പറക്കാട് ജ്വൽസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആന. ഒരാൾ തുമ്പിക്കൈ ഇടും, ഒരാൾ കാല്, ഒരാൾ വാല് വിടും. അല്ല ഞാൻ ആനുണ്ട്, ഞാൻ എന്ത് ചെയ്യാം? അപ്പൊ പോകുമ്പോ തരാം ഞാൻ. സാധാരണ കൊണ്ട് എന്റെ മുഖത്തെ കള്ളലക്ഷണം നോക്കണ്ട, തരിഞ്ഞ് പിന്നെ കാണും. അപ്പൊ എന്തായാലും ഒരേ മുഖം വലിയൊരു സക്സസ്ഫുൾ മൂവി ആവട്ടെ എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ചിരിയും തമാശയും ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2.